പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം നമുക്കെല്ലാവർക്കും സന്തോഷപ്രദമായി അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. റെവലേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു. സർദിസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. വെളിപ്പാട് പുസ്തകം ക്രൈസ്തവ ലോകം കഴിഞ്ഞ ഏകദേശം 10-15 വർഷത്തോളം ആയതേ ഉള്ളൂ വളരെ അടുത്ത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ വളരെ വിരളമായിട്ടേ പങ്കെടുക്കാറുള്ളൂ. കാരണം നമ്മുടെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥനയിലോ കൂട്ടായ്മയിലോ അങ്ങനെയുള്ള പ്രത്യേക ശുശ്രൂഷകളിലോ ഒന്നും തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാറുമില്ല. ആരും അങ്ങനെ പതിവായി പ്രസംഗിച്ച് കേൾക്കാറുമില്ല. എന്നാൽ ആനുകാലിക രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, പ്രകൃതി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇന്നത്തെ നിലപാടുകൾ മനുഷ്യനെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ദൃശ്യമാധ്യമ, സോഷ്യൽ മീഡിയ, യൂട്യൂബുകളിൽ കൂടി വെളിപ്പാട് പുസ്തകത്തിന്റെ ധാരാളം പഠനങ്ങളും ലഭ്യമാണ്. അതുകൊണ്ട് പലപ്പോഴും വെളിപ്പാട് പുസ്തകം എന്നുള്ള ആ വാക്ക്, പുസ്തകത്തിന്റെ പേര് തന്നെ ഒരു 60% ക്രൈസ്തവരും തെറ്റിച്ച് പറഞ്ഞാണ് കേൾക്കാറ് പതിവ്. വെളിപാട് പുസ്തകം ഇതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് തെറ്റാണ്. വെളിപ്പാട് പുസ്തകം. എന്താണ് വെളിപാടും വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം? വെളിപാട് നമുക്കൊരാൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. വെളിപ്പാട് ഒരാൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇന്ന ആൾക്ക് വെളിപാടുണ്ടായി, അദ്ദേഹത്തിന് ഉറക്കത്തിലോ പ്രാർത്ഥനയിലോ ആത്മീയ ശുശ്രൂഷയിലോ വെളിപ്പെട്ട് കിട്ടുന്ന, സ്വമേധയാ ലഭിക്കുന്ന കാര്യങ്ങൾ. വെളിപ്പാട് അത് ചില പ്രത്യേക കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് വിശുദ്ധ വചനം വെളിപ്പാട് പുസ്തകമാണ്, വെളിപ്പെടുത്തിയതാണ് എന്ന് 1-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ 5 ഗ്രന്ഥങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, യോഹന്നാന്റെ സുവിശേഷം 1, 2, 3 ലേഖനങ്ങൾ കൂടാതെ പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം എന്ന നാമധേയമുള്ള വെളിപ്പാട് പുസ്തകം. ഇതിൽ നാം ആദ്യ അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത് യേശുക്രിസ്തുവിൽ കൂടെ പത്മോസ് ദ്വീപിൽ ദൈവനാമത്തിൽ പ്രതികൂലത്തിലായിരുന്നപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തത് എഴുതുവാൻ പറയുന്നു. ആരാണ് എന്ന് ആ ശബ്ദമഹിമയിൽ നോക്കിയപ്പോഴാണ് യേശുവിന്റെ രൂപത്തെക്കുറിച്ച്
1 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം തുടർന്ന് 7 നക്ഷത്രത്തെയും 7 നിലവിളക്കിനെയും ഒക്കെ വായിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനം 5ാമത്തെ സഭയായ ഏഷ്യ മൈനറിലെ 7 സഭകളിൽ 5ാമത്തെ സഭയായ സർദിസിലെ സഭയോട് പറയുകയാണ്, നിനക്ക് ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇത് ഏകദേശം 2000 വർഷങ്ങൾക്ക് പുറകിൽ സർദിസിലെ സഭയോട് മാത്രം പറഞ്ഞ ദൂതാണോ? ഒരിക്കലുമല്ല. ശരിക്കും പറഞ്ഞാൽ 2025 ക്രൈസ്തവ സഭയുടെ, ക്രിസ്തീയ കുടുംബങ്ങളുടെ, വിശ്വാസ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയുടെ ഒരു പ്രവചന വാക്കാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. നമ്മൾ നോക്കുമ്പോൾ ജീവൻ ഇങ്ങനെ തുടിക്കുകയാണ്. സഭകളിലോട്ടൊന്ന് നോക്കിക്കാട്ട്. സഭയുടെ നേതൃനിര, നിയമം, മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്ര സജീവമാ. സർക്കുലറുകള്, ആഘോഷങ്ങള്, നിയമകാര്യങ്ങള് ഒക്കെ വളരെ ശക്തമാണ്. ശുശ്രൂഷകര്, പാസ്റ്റർമാര്, അച്ഛന്മാര്, മേൽപ്പട്ടക്കാര്, ഉയർന്ന ആളുകൾ, സഭാജനങ്ങൾ, വളരെ ശ്രുതി മധുരമായി പാടുന്ന നമ്മുടെ ഗായക സംഘം, സൺഡേ സ്കൂൾ, സഭയുടെ നെടുന്തൂടെന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം, പ്രാർത്ഥനയുടെ പ്രതീകങ്ങളായ അമ്മമാരുടെ സംഘടനകൾ എന്നു വേണ്ട ഒരു സഭയ്ക്ക് വേണ്ട സകലതുമുണ്ട്. ജീവനുള്ള, ജീവൻ തുടിക്കുന്ന, ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സകലതുമുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് ജീവനില്ല. ഇത് സഭയുടെ മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്നത്തെ കുടുംബങ്ങളുടെ പശ്ചാത്തലം നോക്കിക്കാട്ട്. നാം പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പേര് കേട്ട കുടുംബം, വലിയ ബംഗ്ലാവ്, മുന്തിയ ഇനം വാഹനങ്ങൾ, പ്രൗഢഗംഭീരമായ ജീവിത ചുറ്റുപാട്. പക്ഷേ ഭവനത്തിനകത്ത് ജീവനില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് ദിവസങ്ങളായി, മാസങ്ങളായി. മകൻ പിതാവിനോട് സംസാരിച്ചിട്ട് ഒരുപക്ഷെ വർഷങ്ങളായി. മക്കൾ പിണങ്ങിപ്പോയിട്ട് നാളുകളായി. ഭർത്താവും ഭാര്യയും കിടക്കുന്നത് തന്നെ 2 നിലകളിലാണ്. സഹോദരങ്ങളുമായോ മാതാപിതാക്കളുമായോ മക്കളുമായോ ബന്ധങ്ങളൊന്നുമില്ല. സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്നു. എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് ഉണ്ട്, നമ്മുടെ ഗിഫ്റ്റ് ഉണ്ട്, പേരും പെരുമയുമുണ്ട്. പക്ഷേ മരിച്ച അവസ്ഥയാണ്. ഇനി വ്യക്തിപരമായി നോക്കിക്കാട്ട്. പള്ളിയിൽ പോകുന്നുണ്ടോ? പിന്നെ ഒന്നാമതാ. ആരാധനയിൽ മുൻപന്തിയില്ല, ഗായക സംഘത്തിൽ മുൻപന്തിയില്ല. നമ്മൾ വിശുദ്ധ മേശ അനുഭവിക്കുവാൻ ഒരാഴ്ച വിടാതെ എല്ലാ ആഴ്ചയും കഴിയുമെങ്കിൽ ഒന്നാമത് തന്നെ പോയി വാങ്ങും, ദശാംശം കൊടുക്കും. സഭയുടെ പല ശുശ്രൂഷകളും സ്പോൺസർ ചെയ്യും. പക്ഷെ വ്യക്തിപരമായി ചോദിച്ചാൽ വേദപുസ്തകം വായിച്ചിട്ട് എത്ര ദിവസമായി? പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസങ്ങളായി? വ്യക്തിപരമായി യേശുവുമായിട്ട് ബന്ധമുണ്ടോ? മരിച്ചിരിക്കുകയല്ലേ? എല്ലാത്തിലും മുൻപന്തിയില്ല. അത് ജീവനുണ്ടെന്ന് കാണിക്കുകയാണ്. യേശു യോഹന്നാൻ അപ്പോസ്തലൻ കൂടെ വെളിപ്പെടുത്തുകയാണ്, സർദിസിലെ സഭയെ, നിനക്കെല്ലാം ഉണ്ട്, ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, നീ മരിച്ചതാണ്. യേശുവിന്റെ
ഈ ഭൂമിയിലെ അന്ത്യ ദിവസങ്ങളിൽ ബെഥാനിയയിൽ നിന്നും യേശു യെരുശലേമിലേക്ക് പോകുമ്പോൾ വിശന്നിട്ട് ദൂരത്ത് നിന്ന് അത്തിയെ കണ്ടു. അത്തി തളിർത്ത് വളരെ ഫലഭൂയിഷ്ഠമെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അത് വളർന്നിരുന്നു. യേശു അതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതി അടുത്ത് ചെന്നപ്പോൾ ഇലയല്ലാതെ ആ അത്തിയിൽ ഫലമില്ലായിരുന്നു. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. എന്നിട്ടും യേശു ആ അത്തിയിൽ ഫലം തിരഞ്ഞു. ഇല കണ്ടാൽ, വൃക്ഷം കണ്ടാൽ, അതിന്റെ നിൽപ്പ് കണ്ടാൽ മനുഷ്യനെ ആകർഷിക്കും. അത്തിപ്പഴത്തിന്റെ കാലമല്ലെങ്കിൽ പോലും അത്തിപ്പഴം കുലയോടുള്ളതുപോലെ തോന്നിപ്പിക്കും. ഇതല്ലേ പ്രിയമുള്ളവരെ ഇന്ന് എന്റെ അവസ്ഥ, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഞാൻ പോകുന്ന എന്റെ സഭയുടെ അവസ്ഥ? എല്ലാം തോന്നലുകളും തോന്നിപ്പിക്കലുകളുമാണ്. പക്ഷേ ജീവനില്ല. പ്രിയ ദൈവമക്കളെ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഈ സ്ഥിതി മാറണം. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് എനിക്കും നിങ്ങൾക്കും പുതുജീവൻ നൽകുവാനാണ്. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ വാക്കുകളിൽ ജീവൻ തുടിക്കണം. നമ്മുടെ കണ്ണുകളിൽ ജീവൻ തുടിക്കണം. നമ്മുടെ ചലനങ്ങളിൽ യേശുവിന്റെ ജീവൻ തുടിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ജീവൻ തുടിക്കണം. തോന്നിയാ പോരാ, തോന്നിപ്പിച്ചാൽ പോരാ. എത്ര കോടികൾ മുടക്കിയ വീടാണെങ്കിലും മരിച്ച അവസ്ഥയിൽ ആയിപ്പോകരുത്. നിങ്ങൾ എത്ര വലിയ ഉന്നത കുലജാതനാണെങ്കിലും, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര ഉന്നത പദവി ഉണ്ടെങ്കിലും, വചനം പറയുന്ന ജീവൻ ഉള്ളില്ല എങ്കിൽ, സഹോദര സഹോദരി, നിങ്ങൾ ഏത് സഭയുടെ അംഗമോ ശുശ്രൂഷകനോ ദശാംശം കൊടുക്കുന്ന ആളോ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളോ ക്രൈസ്തവ സമിതിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് നമ്മെ വളരെ കൃത്യമായി നോക്കിയിട്ട് പറയുകയാണ്, ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാ. ജീവജലം ഈ അതിരാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അവരവരോട് ചോദിക്കുക, ഇന്നത്തെ വാഗ്ദത്ത വചനമനുസരിച്ച് എന്റെ അവസ്ഥ എന്താണ്? ജീവനുണ്ടെന്ന് പേരെ എനിക്കുള്ളോ? ഞാൻ മരിച്ച അവസ്ഥയിലാണോ? അങ്ങനെയെങ്കിൽ എനിക്കൊരു മടങ്ങിവരവ് ആവശ്യമല്ലേ? നിശ്ചയമായും ആവശ്യമാണ്. അത് ഓർമ്മപ്പെടുത്തുവാൻ ഇന്നത്തെ ജീവജലം പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യും. അതുകൊണ്ട് ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവമക്കൾ, നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഒന്ന് മാറ്റിവെക്ക്. അത് ഒഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കുമോ? എന്നാ നമ്മുടെ പ്രശ്നം ഒന്ന് മാറുന്നേ? എന്നാ നമ്മുടെ സങ്കടം ഒന്ന് മാറുന്നേ? അതൊരിക്കലും മാറുകയില്ല. അത് മാറണമെങ്കിൽ ജീവനായകനായ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് യഥാർത്ഥ ജീവൻ നമ്മളിൽ തുടിക്കണം. ആ കർത്താവ് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് വചനം പറയുന്ന ജീവിതത്തിന്റെയും ജീവന്റെയും ഉടമകളായി കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ മരിച്ച അവസ്ഥയിലല്ല, ജീവനുള്ള അവസ്ഥയിൽ കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി, കർത്താവിന്റെ സ്ഥാനാപതികളായി, പത്രങ്ങളായി നമുക്ക് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മാവിനെ തൊട്ട് ഉണർത്തട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം.
പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ വളരെ വ്യക്തമായി സസൂക്ഷ്മം പരിശോധന ചെയ്യുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ജീവനുണ്ടെന്ന് പേർ മാത്രമേ ഞങ്ങളിലുള്ളൂ? സർദിസിലെ സഭയുടെ അനുഭവമാണോ ഞങ്ങളിലുള്ളത്? ഇവ ശോധന ചെയ്യുവാൻ ഇന്നത്തെ ജീവജല വാഗ്ദത്ത വചനം ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുകയാണോ? യഥാർത്ഥമായി ഞങ്ങൾ മരിച്ചിരിക്കുകയാണോ? ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തി കുറവുകൾ അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതം ദൈവത്തിനും ദൈവരാജ്യത്തിനും മനുഷ്യർക്കും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അനുഗ്രഹപ്രദമായി തീരുവാൻ, യഥാർത്ഥ ജീവൻ ഞങ്ങളുടെ ഉള്ളങ്ങളിലായി തീരുവാൻ അപ്പനോടുന്ന് സഹായിക്കണം. എല്ലാ നന്മകളാലും നിറച്ചു കൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, എനിക്ക് എന്നെ തിരിച്ചറിയുവാൻ ഇടയാവട്ടെ. കർത്താവ് ശോധന ചെയ്യുമ്പോൾ ജീവനുണ്ടെന്ന പേരിലാണോ, മരിച്ച അവസ്ഥയിലാണോ? അല്ല, ജീവനുണ്ട് എന്ന നിലയിലാണോ? ഈ മൂന്ന് കൂട്ടരിൽ എവിടെയാണ് എന്റെ സ്ഥാനം? ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ചു വായിക്കുക, സ്വയം ശോധന ചെയ്യുക, യഥാസ്ഥാനപ്പെടുക, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മടങ്ങി വരിക. കർത്താവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.